ഇന്ന് നമ്മുടെ കറിവേപ്പിനെയൊക്കെ ഒന്ന് മുട്ടയടിക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കറിവേപ്പിൻ്റെ ചുവട്ടിലോട്ട് പോകാം. അപ്പം നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ മിനിസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ കാണുമായിരിക്കും. വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com നിന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, കൂവ, പൊന്നാങ്കണ്ണി ചീര, നമ്മുടെ കസ്തൂരി മഞ്ഞൾ, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഈ ചൂട് സമയത്ത് നമുക്ക് കറിവേപ്പിന് തലപ്പൊക്കെ വെട്ടി കൊടുക്കാമോ എന്നുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ കറിവേപ്പ്, ഞാൻ കറിവേപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം കറിവേപ്പെല്ലാം നല്ല കോലനെ അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പം പിടിച്ചു വരുന്നതായ പിന്നെ ചെറിയ കറിവേപ്പിനെയെല്ലാം പൊക്കം കുറച്ച് ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഈ പൊക്കം കൂടിയതിനെയൊക്കെ എന്തേന്നറിയാമോ, നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തിയപ്പോഴും നല്ല തളിരില ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഓരോന്ന് മാത്രമേ വെട്ടി കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ഞാൻ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കറിവേപ്പ് കണ്ടോ, ഞാനിവിടെ 5-6 കറിവേപ്പ് ഇവിടെ ലൈനായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. 2015 നട്ട കഥ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇത്. അപ്പോൾ ഇത് തലപ്പൊക്കെ ഒടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുക. അപ്പോഴത്തേക്ക് ഇത് പോയ നീളം കണ്ടോ, ഇതൊരു മാവിൻ്റെ കൂട്ട് ഇങ്ങനെ അങ്ങ് പൊക്കം വെച്ചങ്ങ് പോയിരിക്കുകയാണ്. അപ്പം വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ചോദിക്കുന്നവർക്കെല്ലാം കറിവേപ്പില താഴെ നിൽക്കുന്ന എല്ലാം പിച്ചി നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ താഴെ നിൽക്കുന്ന എല്ലാം പച്ചപ്പുണ്ട്, പക്ഷേങ്കിൽ ഇനി അത് തളിർത്തൊക്കെ വരണം. എല്ലാം നല്ല പച്ചപ്പായിട്ട് കമ്പെല്ലാം നല്ല പച്ചയുണ്ട്, പക്ഷേ അതിനകത്ത് ഇലയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മണ്ട ചെല്ലുമ്പോഴാണ് ഇല. ഇത്രയും ഉയർത്തി പോയാലും നമുക്ക് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ വീട്ടിൽ കറിവേപ്പ് ഉണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇലയൊന്നും പിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മുടെ പൊക്കം വെച്ചിട്ട്, എൻ്റെ ഒരു തലഭാഗം വെച്ചിട്ട് അതുകൊണ്ട് എത്രയും ഉയരമൊക്കെ മതി നമുക്ക് പറിക്കാവുന്ന രീതിയിൽ, ഇല പിച്ചാവുന്ന രീതിയിൽ ഇതിനെ ഞാനങ്ങ് വെട്ടിക്കളയാനായിട്ട് വിചാരിച്ചിരിക്കുക. അപ്പം ഇങ്ങനെ എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഒറ്റയടിക്ക് ഒരു 5 കറിവേപ്പ് ഉണ്ടെങ്കിൽ 5നെ നമ്മൾ ഒരേപോലെ അങ്ങ് വെട്ടി മാറ്റാതെ ഓരോന്നിനെയും നമ്മൾ വെട്ടി മാറ്റണം. ഒന്നിനെ തളർപ്പ് വന്നതിന് ശേഷം വേണം അടുത്തതിനെ വെട്ടി മാറ്റാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ 1 മാസം കൊണ്ട് ഇങ്ങനെ 3 എണ്ണത്തിനെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ദാണ്ട് 2ാമത് വെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഈ കറിവേപ്പ്. കണ്ടോ, അതിനകത്ത് ഇലകളൊക്കെ വരാനായിട്ട് തുടങ്ങി. കണ്ടോ, പിന്നെ അവർ 2 പേരും കിളിച്ചതിന് ശേഷം അടുത്ത ആളെ വെട്ടി. അടുത്ത ആൾ ദാണ്ട് ഇത്രയൊക്കെ തളിർപ്പ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതിനെ നമുക്ക് വെട്ടാം. അപ്പം നല്ല മൂർച്ചയുള്ളൊരു കത്താളം കൊണ്ട് വെട്ടുക. എങ്ങനെ നമ്മൾ എത്ര മൂർച്ച ഉണ്ടെന്ന് പറഞ്ഞാലും ഇച്ചിരിയൊക്കെ ഒന്ന് നമ്മുടെ കറിവേപ്പ് ഒന്ന് അതിൻ്റെ തടി ഒന്ന് ചതയും. അത് സാരമില്ല, അതങ്ങ് കിളിച്ച് വന്നോളും. അപ്പോൾ നമുക്ക് വെട്ടാം. ഈ കമ്പ് കുത്തി നടന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഇനിയിപ്പം കമ്പൊന്നും കുത്തി നടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇഷ്ടംപോലെ കറിവേപ്പ് കൂടെ ഉണ്ട്. അപ്പം നമുക്കിതിൻ്റെ എല്ലാ കമ്പുകളും വെട്ടിയതിന് ശേഷം ഞാൻ കാണിക്കാം. നമുക്ക് പന്തലിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അത്. പിന്നെ നമ്മുടെ തക്കാളിക്കോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കെട്ടിക്കൊടുക്കാനും ഒക്കെ നല്ലതാണ്. മേലോട്ട് വലിയ കമ്പ് പോയിരിക്കും. ഇനി എപ്പം വന്ന് വെട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ കറിവേപ്പ് വീണിതാ കിടക്കുന്നു. ഇത്രയും വലിയ കമ്പ്. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തുണ്ടല്ലോ, ഇച്ചിരി മണ്ണ് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തേക്കാം. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന് ഉണക്കൊന്നും അടിക്കാതിരിക്കാനായിട്ടേ. വെട്ടിയ ഭാഗത്തെല്ലാം ഇച്ചിരി മണ്ണ് വെച്ച് കൊടുക്കാം. ഇത് 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് കുഞ്ഞ് തളിർപ്പുകളങ്ങ് വന്നോളും. ഞാൻ ആദ്യം വെട്ടുന്ന തന്നെ കാണിക്കാഞ്ഞ കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം എനിക്ക് കിളിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അഥവാ ഉണങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ആണല്ലോ കറിവേപ്പ് ഉണങ്ങിപ്പോകുന്നത്. ആദ്യമേ തന്നെ നിങ്ങളെ അങ്ങ് കാണിച്ചാൽ ഇത് മൊത്തത്തിൽ ഉണങ്ങിപ്പോകാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു വല്ലാത്ത വിഷമമായിരിക്കും നിങ്ങളുടെ കറിവേപ്പ് ഉണങ്ങിപ്പോകാന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എനിക്ക് നല്ല പ്രയോജനപ്പെട്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് പരീക്ഷണമൊക്കെ നടത്തുക. ആദ്യമേ എല്ലാം അങ്ങ് വെട്ടിക്കളയാതെ ഓരോന്നായിട്ട് ഒന്ന് കിളിച്ച് വന്നതിന് ശേഷം അടുത്തത് വെട്ടാനായിട്ട് ശ്രമിക്കുക. ഓരോന്നിൻ്റെയും കൊമ്പുകൾ നമ്മൾ വെട്ടിയതിന് ശേഷം കൂട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ കോഴിവളം ഉണ്ടല്ലോ, കോഴിവളം എല്ലാം ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം.
വെള്ളമാണ് ഇതിന് അത്യാവശ്യം ഈ ചൂട് സമയത്ത്. നല്ല തളിർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മണ്ടയൊക്കെ ഒടിച്ചു കൊടുത്ത വേറൊരു കറിവേപ്പിനെ നമുക്ക് കാണാം. അതുകൊണ്ട് ഈ കറിവേപ്പ് കണ്ടോ, നല്ല പച്ചപ്പോടി നിൽക്കുന്ന ഈ ചൂട് സമയത്തും നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. നോക്കി അതിൻ്റെ ഇലയൊക്കെ നിൽക്കുന്നത് കണ്ടാൽ ഒരു ഇലയ്ക്ക് പോലും കേടില്ലാതെ ഇപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം അത് ചെയ്തിട്ട് സക്സസ് ആയ കുറേ പേര് നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രയോഗം നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞിട്ട് അത് ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിക്കുക എന്നുണ്ടെങ്കിൽ ഇതേപോലെ പച്ചപ്പായിട്ടങ്ങ് നിന്നോളും. അപ്പം അങ്ങനെ ഒഴിച്ചിട്ട് നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് അധികം നീളം വെക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പുകൾ നമ്മൾ ഒടിച്ചു കൊടുക്കണം. കമ്പുകൾ ഒടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഇതേപോലെ ശിഖരങ്ങളങ്ങ് വന്നോളാം. കണ്ടോ, ഇതിനകത്തെല്ലാം ഇങ്ങനെ മണ്ട ഒടിച്ചു കൊടുക്കുമ്പോൾ ശിഖരങ്ങൾ വന്നിട്ട് നമുക്ക് പടർന്നങ്ങ് കടന്നോളാം. ഇതിപ്പോൾ നമ്മുടെ മേലോട്ട് പോകാനായിട്ട് ഇവിടെ ഒടിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഒരു 3 കമ്പും കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇനി അത് മേലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് അതിനെ ഒന്നും കൂടെ ഒന്ന് ഒടിച്ച് നിർത്തുക. കൈ കൊണ്ടങ്ങ് ഒടിച്ചാൽ മതി ഇതിനെ. അപ്പോൾ ഒരുപാട് പൊക്കത്തോട്ട് പോകരുത്, നീളത്തെ അങ്ങ് പോവുക. അപ്പം ആ പ്രയോഗം കൂടെ നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരുപാട് ഇങ്ങനെ വളഞ്ഞു പോകാമെന്നുണ്ടെങ്കിൽ ഒരു കമ്പ് വെച്ച് ഒരു കമ്പി ഞാൻ വെച്ച് കൊടുത്തിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നനയ ആവശ്യമാണ്. ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മുടെ കറിവേപ്പിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല പച്ചപ്പായിട്ടങ്ങ് നിന്നോളും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കറിവേപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണോ എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ മരം പോലെയൊക്കെ നിൽക്കുന്നതായ കറിവേപ്പൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോപ്പ് ചെയ്തൊന്ന് നിർത്തുകയെന്നുണ്ടെങ്കിൽ നല്ല തളിർത്ത ഇലകൾ നിങ്ങൾക്ക് പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുപാട് പൊക്കത്തിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇലയൊക്കെ മണ്ടേ നിൽക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisleisure.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.